ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ നടന്നിട്ട് ഇവിടുത്തെ MLA ആയിട്ടുള്ള ശശീന്ദ്രൻ സർ ഇത്രയും കാലമായിട്ട് ഇവിടെ വരെ വന്ന് അന്വേഷിക്കാനോ ഇതിനെതിരെ ഒരു നടപടി എടുക്കാനോ അവർ തയ്യാറായിട്ടില്ല. പിന്നെ നമുക്കറിയാം ഇവിടെ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എത്ര വണ്ടിയുള്ളൂ, ഒരാൾ വണ്ടിയിൽ ഹെൽമെറ്റ് വെക്കാതെ പോയി കഴിഞ്ഞാൽ അത് തടയാനായിട്ട് ഇവിടുത്തെ പോലീസുകാർക്ക് കഴിയുന്നുണ്ട്. പക്ഷെ ഇത്രയും കണക്കിന് ലോറിയിൽ മണൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഒരു പോലീസുകാർ പോലും ഇതുവരെ വരാനോ അത് തടയാനോ നിന്നിട്ടില്ല. മണൽ ലോറിയിൽ കടത്തിക്കൊണ്ടു പോകുന്നത് ഏത് നിയമത്തിലാണ് ശരിയായിട്ടുള്ളതെന്ന് അറിയില്ല. സമരം എന്ന് വെച്ചാൽ തികച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ സമരത്തിന് നിൽക്കുന്നത്. അപ്പം ഇവരെ വികസന വിരോധികൾ എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് അറിയില്ല. പിന്നെ ഒന്നാമതായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഫുൾ വെള്ളമായിരുന്നു. ഇവിടെ നല്ല കഴയുള്ള നല്ല പുഴയായിരുന്നു. ഇതിൻ്റെ കര വന്നുകൊണ്ടിരുന്നത് അപ്പുറത്തെ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നാളെ ഒരു ദിവസം ഇതേപോലെ തന്നെ ഇന്ന് ഈ മണ്ണ് ഇവിടെ കൂട്ടിയിട്ടതുപോലെ തന്നെ ഈ കര എന്ത് ചെയ്യും, ഈ കര പിന്നെയും കടൽ തന്നെ തിരിച്ചങ്ങോട്ട് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവിടെയുള്ള ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. പിന്നെ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഇതിന് മുന്നേ ഉള്ള ഒരു സമയത്ത്, അതായത് ഇവിടെ വെള്ളം ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്ന 1-2 വീടുകളിലൊക്കെ തന്നെ നല്ല മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെള്ളം കയറുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ തൊട്ടടുത്ത് ഈ മണ്ണ് കരയുടെ അപ്പുറത്ത് തന്നെ കാണുന്ന വീടുകളിലൊക്കെ. പക്ഷേ ഈ മണ്ണ് ഇവിടെ വന്നതിന് ശേഷം അങ്ങോട്ട് വെള്ളം കയറാതെ അവിടെ അവർ സുരക്ഷിതമാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഇനി ഈ മണ്ണ് തികച്ചും അശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിൽ മണ്ണെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് കടൽ നേരെ അങ്ങോട്ട് അടിക്കുകയും അത് അവരുടെ ജീവനാണ് അവർ ബാധിക്കുന്നത്. പിന്നെ അതിലും അപ്പുറത്തേക്ക് ഇവിടെ ഈ തൊട്ടടുത്ത് കാണുന്ന ഇവിടെ ഒരു പുഴയുണ്ട്. അതായത് ഈ പുഴയുടെ ഒരു ഭാഗം ഈ മണ്ണ് ഇവിടെ അടിഞ്ഞു കൂടിയ സമയത്ത് അത് അവിടെ ബ്ലോക്കായി പോയി കിടക്കുന്നുണ്ട്. അപ്പം ആ ഒരു സ്ഥലത്ത് മണ്ണ് മുഴുവൻ ഇട്ടിട്ട് അതിലെ റോഡ് ഉണ്ടാക്കിയിട്ട്, അതായത് ഇവിടെ ഇങ്ങോട്ട് വരുന്ന പകുതി വഴിയിൽ വെച്ചിട്ട് കുറേ മതിലുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ വണ്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം കുറച്ചുകൂടെ അപ്പുറത്ത് വലിയ റോഡുള്ള സ്ഥലത്തേക്ക് നേരെ പുഴയിൽ നിന്ന് പുഴ നികത്തിയിട്ട് പുഴയിലൂടെ റോഡ് ഉണ്ടാക്കിയിട്ട് അതിലെ വണ്ടി കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണ് അവരിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ അത് ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെയുള്ള ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങിയത്. കഴിഞ്ഞ 7 മാസമായിട്ട് എത്രയോ ലോഡ് കണക്കിന് ലോറിയിലാണ് ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ ആ സമയത്തൊക്കെ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് പെട്ടെന്നൊരു ദിവസം പുഴ വറ്റിച്ചിട്ട് അതിലെ റോഡ് ഉണ്ടാക്കിയിട്ട് അതിലെ വണ്ടിയിൽ കൂടുതൽ മണ്ണെടുത്ത് കൊണ്ടുപോയി കര മുഴുവനായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളൊരു പ്ലാനുമായിട്ട് ഇവർ വന്ന സമയത്താണ് ഇവിടെ ഞങ്ങൾ ഇത് തടയാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ അതിലും അപ്പുറത്തേക്ക് ഇവരിവിടെ നമുക്ക് പബ്ലിക്കായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയിട്ടുള്ള മണലുകൾ കോരപ്പുഴ പാലത്തിൻ്റെ അടിയിലുള്ള കുറച്ച് ഭാഗത്ത് ഒന്നിച്ച് കൊണ്ടുപോയിട്ടിട്ട് അവിടുന്ന് തരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടുന്ന് ഇവർ കൊണ്ടുപോകുന്നത് ചളിയാണെങ്കിൽ ആ ചളി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇട്ടാൽ മാത്രം പോരെ. പക്ഷെ അവർ ചെയ്യുന്നത് അവിടെ നിന്ന് അത് തരിച്ചെടുത്തിട്ട്, അതായത് നമ്മൾ നല്ല മണലെടുത്ത് വിൽക്കാൻ വേണ്ടി തന്നെ അതിൽ നിന്നുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഇത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നീക്കം ചെയ്തിട്ട് അതിൽ നിന്ന് നല്ല മണൽ മാത്രം കൊണ്ടുപോകുന്ന ഒരു പ്ലാനാണ് ഇവരിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലും അപ്പുറത്തേക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ നടന്നിട്ട് ഇവിടുത്തെ MLA ആയിട്ടുള്ള ശശീന്ദ്രൻ സർ ഇത്രയും കാലമായിട്ട് ഇവിടെ വരെ വന്ന് അന്വേഷിക്കാനോ ഇതിനെതിരെ ഒരു നടപടി എടുക്കാനോ അവർ തയ്യാറായിട്ടില്ല. പിന്നെ നമുക്കറിയാം ഇവിടെ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എത്ര വണ്ടിയുള്ളൂ, ഒരാൾ വണ്ടിയിൽ ഹെൽമെറ്റ് വെക്കാതെ പോയി കഴിഞ്ഞാൽ അത് തടയാനായിട്ട് ഇവിടുത്തെ പോലീസുകാർക്ക് കഴിയുന്നുണ്ട്. പക്ഷെ ഇത്രയും കണക്കിന് ലോറിയിൽ മണൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഒരു പോലീസുകാർ പോലും ഇതുവരെ വരാനോ അത് തടയാനോ നിന്നിട്ടില്ല. മണൽ ലോറിയിൽ കടത്തിക്കൊണ്ടു പോകുന്നത് ഏത് നിയമത്തിലാണ് ശരിയായിട്ടുള്ളതെന്ന് അറിയില്ല. ചളി ഇവിടെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പുഴയിൽ നിന്ന് ചളി എടുത്തിട്ട് ചളി ഇവിടെ തന്നെയാണ് ഇവർ ഇടുന്നത്. ചളി എടുത്തിട്ട് ഇവർ മാറ്റുന്നുണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് വേണ്ടി ഇവർ കൊണ്ടുപോയിടാൻ. അത് ഇവർ ചെയ്യുന്നില്ല. പകരം ഇവിടെയുള്ള നല്ല മണൽ ഇവിടുന്ന് കൊണ്ടുപോകാം, എന്നിട്ട് ചളി ആ സ്ഥലത്ത് കൊണ്ടുപോയിടായിരുന്നത്. നിങ്ങളിവിടെ പല സ്ഥലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അവർ കുഴിച്ചെടുത്ത് അവിടെ തന്നെ ചളി നിക്ഷേപിച്ചതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഒരു ദിവസം കടൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ചളി തന്നെയല്ലേ തിരിച്ച് ആ ഡ്രഡ്ജ് ചെയ്ത് കുറേ കാശ് മുടക്കിയിട്ട് ചളി മുഴുവൻ ഇവിടുന്ന് തന്നെ എടുത്ത് ഇവിടെ തന്നെ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്നിട്ട് കടൽ പിന്നെയും വരുന്ന സമയത്ത് കടൽ അതേ ചളി തന്നെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകല്ലേ ചെയ്യുന്നത്. കൂടുതൽ ജനങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്ന വലിയ പ്രക്ഷോഭങ്ങളോ മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടോ സമരസമിതിക്ക്? അതെ, ഇവര് കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇവര് ഈ പുഴ നികത്താനുള്ള ഒരു പ്ലാൻ ഇവർ ഉണ്ടായ ഭാഗത്തുനിന്ന് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പം ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് നാട്ടുകാരെ ഒന്നിച്ച് ചേർന്നിട്ട് ഇവരെ തടയുകയും ഇവിടെ ഒരു പാലം ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ പുഴയിൽ ഇവിടുന്ന് നേരിട്ട് ഒരു ചാല് പോലെയുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു.
അപ്പോൾ അവിടുന്ന് കരയിലോട്ട് എത്തിക്കാനായിട്ട് ഒരു പാലം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പാലം ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതല്ലാതെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട്, അതായത് ശക്തമായിട്ട് തന്നെ ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്നതായിരിക്കും.